IIT മാപ്പ് റീഡിംഗ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് QGIS അല്ലെ. സൺക്ലോക്കും ഉണ്ട് QGIS ഉണ്ട്. ഈ ക്വാണ്ടം GIS അഥവാ QGIS എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട 1-2 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 1-2 മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ ഈ കാര്യങ്ങളൊന്ന് പഠിച്ചെടുക്കാം. A resource map named localmap.qgis is given in the QGIS projects folder in exam documents in home. Open this file in QGIS desktop software and do the following activities. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള QGIS പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ localmap.qgis എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഓക്കെ, ഭൂപടത്തിലെ മെയിൻ റോഡ് ലെയർ പ്രദർശിപ്പിക്കുക. ഷോ ദ ലെയർ മെയിൻ റോഡ് ഇൻ ദ റിസോഴ്സ് മാപ്പ്. അടുത്ത് എന്താ പറയുന്നത്? ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ. റിവർ ലെയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നദിക്ക് നൽകിയിരിക്കുന്ന മഞ്ഞ നിറം മാറ്റി നീല നിറമാക്കുക. ഓക്കെ, നീല കളർ കൊടുക്കണം. എന്നിട്ട് എന്താ പറയുന്നത്? ഈ ഭൂപടം ഒരു ചിത്ര ഫയലായി, ശ്രദ്ധിക്കുക, ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായിട്ട് സേവ് ചെയ്യാം. സേവ് ദ റിസോഴ്സ് മാപ്പ് ആസ് ദ ഇമേജ് ഫയൽ ഇൻ എക്സാം 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ. ഹിന്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യുക എന്നുള്ളത് ഒരു ഹിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇതിലൂടെ തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള ലെയർ നമുക്ക് ഷോ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കളേഴ്സ് ഒക്കെ മാറ്റാൻ ചോദിക്കാതെ എങ്ങനെ കളർ മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, localmap.qgis എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒന്നിക്കൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് എക്സാം ഡോക്യുമെന്റ്സിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം നമ്മുടെ QGIS ഡെസ്ക്ടോപ്പ് എന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, QGIS ഡെസ്ക്ടോപ്പ് രണ്ടെണ്ണം ഉണ്ട്. QGIS ബ്രൗസർ ഉണ്ട്, QGIS ഡെസ്ക്ടോപ്പ് ഉണ്ട്. നമുക്ക് വേണ്ടത് QGIS ഡെസ്ക്ടോപ്പ് ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, QGIS ഡെസ്ക്ടോപ്പ് എന്ന ക്രമത്തിൽ QGIS ഡെസ്ക്ടോപ്പ് ക്വാണ്ടം GIS സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ ഒരു QGIS ടിപ്സ് എന്ന് പറഞ്ഞ ഒരു വിൻഡോ ഉണ്ട്. ഈ ഒരു വിൻഡോ നമുക്ക് വേണ്ടത് അങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ QGIS ആണ് ഓപ്പൺ ചെയ്തത്. ഇനി എന്ത് ചെയ്യണം, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രൊജക്ട് ഫയൽ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫയൽ ഉണ്ട് അല്ലേ, ആ ഒരു റിസോഴ്സ് മാപ്പ് ഉണ്ട്, ആ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പ്രൊജക്റ്റിൽ ഓപ്പൺ കൊടുക്കുക. ഓക്കെ, പ്രൊജക്റ്റിൽ ഓപ്പൺ. അപ്പോൾ എവിടെയാണ് ആ ഫയൽ ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലേക്ക് പോവുക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ, ചോദ്യത്തിൽ പറഞ്ഞതാണ്, ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് QGIS പ്രൊജക്ട്സ് എന്നൊരു ഫോൾഡർ കാണാം. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് localmap.qgis എന്ന ഒരു ഫയൽ കാണാം, QGIS ഫയൽ. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു വിഭവ ഭൂപടം, ആ റിസോഴ്സ് മാപ്പ് നമുക്കിവിടെ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ചോദ്യത്തിൽ എന്താ ആദ്യം പറഞ്ഞിരിക്കുന്നത്? ഷോ ദ ലെയർ മെയിൻ റോഡ് ഇൻ ദ റിസോഴ്സ് മാപ്പ്. ഇതാണ് ലെയർ പാനൽ. ഈ ലെയർ പാനലിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ഒരു ചെക്ക് ബോക്സ് കണ്ടോ? ഈ ചെക്ക് ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. അപ്പോൾ അവിടെ ഒരു ടിക്ക് മാർക്ക് വന്നു. അപ്പോൾ നമുക്ക് ആ ഒരു മെയിൻ റോഡ് ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ പല ലെയറുകളും നിങ്ങളോട് ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനും പറയാറുണ്ട്. അത്തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ചെയ്യാനുള്ള സംഭവം തീർന്നു. ഓക്കെ, എളുപ്പമല്ലേ? ഇനി എന്താ പറയുന്നത്? ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ. റിവറിന്റെ കളർ മാറ്റണം. ഇവിടെ നിങ്ങൾ നോക്കി, ലെയർ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ റിവർ കാണാം അല്ലെ, മഞ്ഞ കളറാണുള്ളത്. എവിടെയുള്ളത്? ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റിവർ. ഓക്കെ, അതിന്റെ കളർ ബ്ലൂവിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ഈ ഒരു ലെയറിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുകയാണ് വേണ്ടത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഈ രീതിയിലും നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ ലെയറിന്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് കിട്ടും. അപ്പോൾ ഈ ഒരു ലെയർ പ്രോപ്പർട്ടീസ് എന്ന ഈ ഒരു വിൻഡോയിൽ ഇവിടെ സ്റ്റൈൽസ് ഇല്ലേ, ഈ സ്റ്റൈൽസിൽ നിങ്ങൾക്ക് ഇവിടെ കളർ കാണാൻ പറ്റും, ട്രാൻസ്പെറൻസി കാണാൻ പറ്റും, വിഡ്ത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. എന്താണോ ചോദ്യത്തിൽ പറഞ്ഞത് അത് മാറ്റം വരുത്തിയാൽ മതി. ഞാനിവിടെ കളർ മാറ്റുന്നു. ഈ യെല്ലോ കളർ മാറ്റിയിട്ട് ജസ്റ്റ് ബ്ലൂ കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ അപ്ലൈ കാണാലോ, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ റിവർ ആ ഒരു ബ്ലൂ നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. എവിടെയും നോക്കിയാൽ ബ്ലൂ ആയിട്ടത് വന്നിട്ടുണ്ട്. ചോദ്യത്തിൽ ഇനി എന്തെങ്കിലും പാർട്ടുണ്ടോ? ഇല്ല, കാര്യമായിട്ട് വേറെ ഒന്നും പറഞ്ഞില്ല, ഇത്രയേ പാർട്ടുള്ളൂ. ഇനി നമുക്കിത് സേവ് ആസ് ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യേണ്ടത് പ്രൊജക്റ്റ് സേവ് ആസ് ഇമേജ് ആയിട്ടാണ്. അപ്പോൾ പ്രൊജക്റ്റ് സേവ് ആസ് ഇമേജ് ഈ ക്രമത്തിൽ സേവ് ചെയ്യാം. എവിടെ സേവ് ചെയ്യാം? ഹോമിലെ exam 10 എന്ന ഫോൾഡറിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ
രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. ഓക്കെ, കൃത്യമായിട്ട് കൊടുക്കുക, സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ അതെന്താവും, അതൊരു ഇമേജ് ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോൾഡറിൽ കറക്റ്റായിട്ട് അത് സേവ് ആയിട്ടുണ്ടാവും. ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, ജസ്റ്റ് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം, ഒരു ആട്രിബ്യൂട്ട് ടേബിളൊക്കെ ഷോ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എ റിസോഴ്സ് മാപ്പ് നെയ്മഡ് ലോക്കൽ മാപ്പ് ഡോട്ട് QGS, അതായത് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ലോക്കൽ മാപ്പ് ഡോട്ട് QGS ഈസ് ഗിവൺ ഇൻ ദ QGIS പ്രൊജക്ട്സ് ഫോൾഡർ ഇൻ എക്സാം ഡോക്യുമെന്റ്സ് ഇൻ ഹോം. അതായത് നമുക്ക് ലോക്കൽ മാപ്പ് ഡോട്ട് QGS എന്ന് പറയുന്ന ഒരു വിഭവ ഭൂപടം, ഒരു റിസോഴ്സ് മാപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഓപ്പൺ ദിസ് ഫയൽ ഇൻ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ആൻഡ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റി. താഴെ പറഞ്ഞിരിക്കുന്ന ഈ ആക്ടിവിറ്റി ചെയ്യാനാണ് പറയുന്നത്. ആദ്യം നമുക്ക് ലോക്കൽ മാപ്പ് ഡോട്ട് QGS എന്ന ഒരു ഫയൽ നമ്മുടെ QGIS ഡെസ്ക്ടോപ്പ് എന്ന സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നിക്കൽ ഡയറക്റ്റ് ഫസ്റ്റ് നിങ്ങൾ QGIS ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊജക്റ്റിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലോക്കൽ മാപ്പ് ഡോട്ട് QGS എന്നത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ പോയിട്ടും ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ ഡയറക്റ്റ് എക്സാം ഡോക്യുമെന്റ്സിലേക്ക് പോകുന്നു. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഉണ്ടാവും. ആ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഇവിടെ കാണാം. ആ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ QGIS പ്രോജക്ട്സ് എന്ന ഫോൾഡർ ഉണ്ട്. ചോദ്യത്തിൽ പറഞ്ഞതാണ് അല്ലേ, QGIS പ്രോജക്ട്സ് എന്ന ഫോൾഡർ ഉണ്ട്. QGIS പ്രോജക്ട്സ് എന്ന ഫോൾഡറിൻ്റെ അകത്ത് ലോക്കൽ മാപ്പ് ഡോട്ട് QGS എന്ന് കാണാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിനെ QGIS ഡെസ്ക്ടോപ്പ് എന്ന ആ ഒരു സോഫ്റ്റ്വെയറിനകത്തേക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഈ രീതിയിൽ ഒരു വിൻഡോ വരും. ഒരു QGIS ടിപ്സ് എന്നൊരു വിൻഡോ ആണ്. ഇതങ്ങ് ക്ലോസ് ചെയ്ത് അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു റിസോഴ്സ് മാപ്പ് ഇതാ ഇതേപോലെ കാണാൻ പറ്റും. ഇനി എന്താ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞേ, ഓപ്പൺ ദ ആട്രിബ്യൂട്ട് ടേബിൾ ഓഫ് ദ ഹൗസ് ലെയർ ഇൻ ദ റിസോഴ്സ് മാപ്പ് ആൻഡ് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഹൗസസ് ഇറ്റ് കണ്ടെയ്ൻസ്. അതായത് ഹൗസ് ലെയറിന്റെ ആട്രിബ്യൂട്ട് ടേബിൾ നമ്മളോട് ഷോ ചെയ്യിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ലെയേഴ്സ് പാനൽ എടുക്കുക. ലെയേഴ്സ് പാനൽ എവിടെയാണ് ഹൗസ് ഉള്ളത്? ഇത് ഇവിടെ തന്നെ കാണാം അല്ലേ. ചെറിയൊരു കുത്ത് പോലെ കാണാൻ പറ്റും, ചെറിയൊരു ഡോട്ട് പോലെ കാണാൻ പറ്റും. ഈ ഹൗസ് കാണാലോ. ഈ ഹൗസ് ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഹൗസ് ലെയറിൽ നിന്ന് നമുക്ക് ആട്രിബ്യൂട്ട് ടേബിൾ ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി ഇതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ. ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഒരു ആട്രിബ്യൂട്ട് ടേബിൾ നമുക്ക് ഇത്തരത്തിൽ ഷോ ചെയ്ത് കിട്ടും. ഇത്രയേ വേണ്ടൂ. അവിടെയുള്ള ആ വീടുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭൂപടത്തിലെ വീടുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ID, അവരുടെ നെയിം, അതിലുള്ള ഓരോ ആൾക്കാരുടെ നെയിം, ഹൗസ് നമ്പർ, ഹൗസ് നെയിം ഒക്കെ ഇവിടെയുണ്ട്. ഈ ഡീറ്റെയിൽസ്, ഈ ഒരു ആട്രിബ്യൂട്ട്സ് ഈ ഒരു ടേബിൾ ഷോ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ വേണ്ടേ, ആ ഡീറ്റെയിൽസ് ഷോ ചെയ്യുന്ന ആട്രിബ്യൂട്ട് ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് സേവ് ഇറ്റ് ഇൻ exam10 ഫോൾഡർ. ഓക്കെ, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ എന്ന കീ പ്രസ് ചെയ്യാം. പ്രിന്റ് സ്ക്രീൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ കണ്ടല്ലേ. അത് എവിടെയുണ്ട്? പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് അത് പറയുന്നുണ്ട്, ഇതാ പ്രസ് ദ പ്രിന്റ് സ്ക്രീൻ കീ ഓൺ കീബോർഡ് ടു ടേക്ക് എ സ്ക്രീൻഷോട്ട്, ദെൻ കോപ്പി ദ സ്ക്രീൻഷോട്ട് ഫയൽ ഫ്രം ദ പിക്ചേഴ്സ് ഫോൾഡർ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഇൻ ടു exam10 ഫോൾഡർ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? റീനെയിം ദ ഫയൽ ആസ് ഇൻസ്ട്രക്റ്റഡ്. ഓക്കെ, നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് നേരെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ ഉണ്ടാവും. അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് ഇടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പിക്ചേഴ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ഹോമിലേക്ക് വരിക. ഹോം ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഹോമിലേക്ക് വരിക. ഇവിടെ പിക്ചേഴ്സ് എന്ന് കാണാലോ. ഈ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ പിക്ചേഴ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ലാസ്റ്റ് എടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ട് അല്ലേ. ഈ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ഫോൾഡറിലേക്ക് കൊണ്ടുപോയി ഇടണം. അതിനുവേണ്ടി ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. ഓക്കെ അല്ലേ? റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുത്തു. എന്നിട്ട് ഹോമിലേക്ക് വരിക. ഹോമിൽ exam10 എന്ന നമ്മുടെ ഫോൾഡറിൽ, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് exam10 എന്ന നമ്മുടെ ഫോൾഡറിൽ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത്ര മാത്രം ചെയ്താൽ മതിയോ? പോരാ, കൃത്യമായിട്ട് അതിന് റീനെയിം ചെയ്യണം അല്ലേ. റീനെയിം ദ ഫയൽ ആസ് ഇൻസ്ട്രക്റ്റഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു രീതിയിലേക്ക് അതിനെ റീനെയിം ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? റീനെയിം ചെയ്യാൻ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക. എന്നിട്ട് കൃത്യമായുള്ള രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് റീനെയിം എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ച് കാണാറുണ്ട്.